പോയ വഴികളൊക്കെ ഒത്തിരി ഭംഗിയുള്ള ഒരു യാത്രയാണ് ഞാൻ ഇന്നിവിടെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. പോയ വഴികൾക്കൊക്കെ ഭയങ്കര ഭംഗിയായതുകൊണ്ട് ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തിയും കണ്ടും കേട്ടും ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ നിർത്തിയപ്പോൾ കണ്ടതാണ് ഇപ്പോഴത്തെ റോഡ് നിന്ന് കഴിയുമ്പോൾ അപ്പോഴത്തെ മലയിൽ ക്യാമറ ശരിക്കും ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർഫോൾ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാഞ്ചാലിമേടിനാണ്. പക്ഷെ പാഞ്ചാലിമേടിന് പോകുന്നതിന് മുമ്പായിട്ട് പരുന്തുംപാറയ്ക്കും കൂടെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ടീം മെമ്പേഴ്സാണ് ഞാൻ, മാത്തൻ, അമ്മു. എനിക്ക് ഐസ്ക്രീം വേണ്ട കേട്ടോ. അമ്മു ഇറങ്ങിയോടെ എനിക്ക് വേണ്ടെന്ന് പറയുക, എന്നിട്ട് എനിക്ക് മേടിക്കുന്ന ഐസ്ക്രീം തൊടാൻ പറ്റാത്ത ആദ്യം ചോദിച്ചിട്ട് താമത്താ സാധനമാണ്. ആണ് അങ്ങനെ ഒരു ഐസ്ക്രീം ലഹളയോട് കൂടിയാണ് ഞങ്ങൾ ഈ കലാപരിപാടി ആരംഭിച്ചത്. പ്രകൃതി ഭംഗി നല്ലതുപോലെ ഉള്ളതുകൊണ്ടും പിന്നെ കുറേ നേരം ഇരുന്ന് മടുത്തതിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ടും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം എഴുന്നേറ്റങ്ങ് നടന്നു ആ വഴിക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാവൽ റീസ്റ്റാർട്ട് ചെയ്തത്. ആ കവാടം കണ്ടോ? ആ കവാടം കാണുമ്പോഴത്തേക്കും ഗൂഗിൾ വെച്ച് വിളിച്ചു പറയുന്നുണ്ടാവും, യു ഹാവ് അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. അതെ, ഇതാണ് പരുന്തമാറയിലേക്ക് കയറാനുള്ള എൻട്രൻസ് കവാടം. ഞാൻ വരുവാ. അങ്ങനെ പെരുന്തമ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കും വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അടുത്ത കടയിൽ പോയിട്ട് നല്ല കടല വാങ്ങിച്ച് കുറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കടലൊക്കെ കുറച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്കാണ് അപ്പത്തുള്ള ചെറിയൊരു കുന്നിൽ നിന്നും കുട്ടികളൊക്കെ പട്ടം പറത്തുന്നത് ഞങ്ങൾ കണ്ടത്. ഞങ്ങളല്ല, മാത്തൻ കണ്ടത്. കുട്ടികൾക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മാത്തൻ അപ്പത്തെ കടയിലൊക്കെ ചെന്നു. പട്ടം പറക്കും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ മാത്തിന് പട്ടം വാങ്ങിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ശരിക്കും ഇതൊരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ചേട്ടൻ ഇങ്ങനെ പട്ടം പറപ്പിക്കാൻ വേണ്ടി മാത്തനെ പഠിപ്പിക്കുന്നു, മാത്തൻ പഠിക്കുന്നു. അങ്ങനെ ഒരു 5-10 മിനിറ്റത്തെ അഭ്യാസം കൊണ്ട് മാത്തിന് അത്യാവശ്യം പണിയൊക്കെ പഠിച്ചെന്ന് തോന്നുന്നു. ഇനി കളിക്കളത്തിൽ കാണുന്നൊരു മട്ടിലാണ് ഈ പോക്ക്. അത്യാവശ്യം പണിയൊക്കെ പഠിച്ചിട്ടാണ് മാത്തൻ കളിക്കളത്തിൽ ഇറങ്ങിയെങ്കിലും മാത്തൻ്റെ പട്ടം അധികം വൈകാതെ തന്നെ തറപറ്റി. പക്ഷെ ഇവിടെയൊക്കെ ഞങ്ങൾ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്തൻ്റെ പട്ടം നിലം പറ്റിയത് മാത്തൻ്റെ ആശാൻ ഓടി എത്തി എന്നുള്ളതാണ്. മാത്തന്റെ സഹായത്തിനായിട്ട് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. എന്നായാലും വേണ്ടത്തില്ല, ഇവനെ ഇന്ന് പട്ടം പറത്താൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളൊരു വാശിയിലായിരുന്നു ആശാൻ തോന്നുന്നു. പക്ഷെ ആശാൻ പറപ്പിച്ചപ്പോഴും പട്ടം തറ പറ്റി. അപ്പോൾ മനസ്സിലായി പ്രശ്നം പട്ടത്തിൻ്റെയാണെന്ന്. പിന്നെ പൊട്ടിയ പട്ടം മാത്രം അങ്ങ് അകാലത്തിൽ നിന്ന് പോയി തപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആശാൻ പട്ടത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഡയഗ്നോസ് ചെയ്തു. പിന്നെ ശിഷ്യൻ്റെ കൂടെ നിന്ന് 1-2 ട്രയൽ കണ്ണൊക്കെ കൊടുത്ത് ശിഷ്യൻ പട്ടം പറത്തിൽ ഒരു മിനി എക്സ്പേർട്ടായി മാറിയെന്ന് ഉറപ്പ് ചെയ്തിട്ടാണ് ആശാൻ അവിടുന്ന് ടാറ്റ പറഞ്ഞത്. അതേ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്തൻ്റെ പട്ടം കൊണ്ടുള്ള പൂണ്ടുകളയാട്ടമാണ്. ചുരുക്കത്തിൽ ഇപ്പം നിലവിൽ മാത്തന്റെ പട്ടം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും പട്ടം പോയി. പിള്ളേർക്കൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പട്ടം പറത്താൻ വേണ്ടി വന്നതെങ്കിലും പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പട്ടം പറത്താൻ വേണ്ടി പഠിച്ചത് തന്നെ. പക്ഷേങ്കിൽ പറത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ട്രബിളിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ നൂല്. കാരണം തീരുന്നില്ല. അവൻ ആവേശം ഇത്രയും ഇതെങ്ങാനും വിടത്താമെന്നുണ്ടെങ്കിൽ. പിന്നെ അങ്ങോട്ട് അമ്മുവിൻ്റെ പട്ടം പറത്തൽ പരിശീലനവും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നൂലുകെട്ടും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായി. പിന്നെ കണ്ട സ്ഥലം ഒന്നോടെ പോയി കണ്ട് ശരിക്കും ഒരു മെമ്മറിയാക്കി വയ്ക്കുന്ന ഒരു ശീലമായി പോയേക്കുന്നതുകൊണ്ട് ഒന്നോടെ പോയി കണ്ടു പരുന്തുംപാറ. പിന്നെ നമ്മളോട് പയ്യെ ടാറ്റ പറഞ്ഞു. അങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകുന്ന സമയത്താണ് അതവിടെ സൈഡിലായിട്ട് അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. അപ്പോഴത്തോടെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് ഏതോ സിനിമയിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ ഉണ്ട്. പക്ഷെ ശരിക്കും ഈ വെള്ളച്ചാട്ടമല്ല കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പത്തായിട്ടുള്ള ഈ പെട്ടിക്കടകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ അത് നമ്മുടെ ചാർലി സിനിമയുടെ അകത്തുണ്ട് ആ ലൊക്കേഷന്. ഇതെങ്ങനെ നോക്കുമ്പം കുരിശുമല കയറാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുമെങ്കിലും ഇതാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ പാഞ്ചാലിമേട്. ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് നല്ല കോടയൊക്കെ ആയിട്ട്. എടീ ശരിക്കും ഇങ്ങനെ നോക്കിയിട്ട് ആത്മാക്കൾ പോകുന്ന പോലെ ഉണ്ട്. തലയുടെ മേളിൽ കുരിശൊക്കെ
കോട ശരിക്കും ഇവിടുത്തെ കോട നല്ല രസമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മൂൻ്റെ ഒക്കെ കൺവീലിയുടെ അതിൽ കൂടെ ഇങ്ങനെ മഞ്ഞിൻ്റെ തുള്ളികൾ വന്നിങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ മലയുടെ മേലേക്ക് കുറേ നല്ല ഫ്രഷ് എയറും നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മൾ താഴെ വന്നിട്ട് നല്ല ഉപ്പിലിട്ട് മാങ്ങയും മുട്ട ബജിയും പൊറോട്ടയും ബീഫും പിന്നെ ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിച്ചു.